ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട് അത് ആൾക്കാർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് പോയി കാണണം തോന്നും. പക്ഷെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് ആ സമയത്ത്. അതായത് നമ്മൾ ഈ ആൾക്കാർ നല്ല സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ പ്രതീക്ഷകൾ ഭയങ്കരമായിട്ട് കൂടി, ഈ അമിത പ്രതീക്ഷ വന്നിട്ട് നമുക്ക് ആ സിനിമ ഇഷ്ടപ്പെടാതെ ഇരിക്കും എന്നുള്ളത്. തുടരും എന്നുള്ള സിനിമ കാണാൻ വേണ്ടി പോയപ്പം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള കൺഫ്യൂഷൻ അതാണ്. പിന്നെ എല്ലാവരും കണ്ടിട്ട് നല്ല സിനിമയെന്ന് പറയുന്നുണ്ട്. ഇനി ഞാനായിട്ട് കണ്ടിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്താവും എന്നുള്ളതാണ്. ഇഷ്ടപ്പെടാതിരിക്കാനുള്ള സാധ്യതകൾ കുറവാണെന്നുള്ളൊരു തോന്നലും ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഒന്ന് തരുൺ മൂർത്തിയുടെ സിനിമയാണ്. തരുണിൻ്റെ ഓപ്പറേഷൻ ജാവി ആയാലും നമ്മളെ സൗദി വെള്ളയ്ക്ക് ആയാലും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. മാത്രമല്ല ഞാൻ തരുണിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഈ അടുത്ത് കേൾക്കുകയും ചെയ്തു. സോ ഹി വാസ് ടോക്കിംഗ് അബൌട്ട് മേക്കിംഗ് ദിസ് മൂവി. അതായത് മറ്റ് സിനിമകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് മോഹൻലാൽ ശോഭന എന്നുള്ള ആ ഒരു ജോഡി, അതായത് മലയാളികൾക്ക് ധാരാളം സിനിമകൾ സമ്മാനിച്ചൊരു ജോഡിയാണ്. അപ്പോൾ അങ്ങനെ രണ്ട് വെറ്ററൻ ആക്ടേഴ്സ് ആൻഡ് അവരുടെ വളരെ മലയാളിക്ക് എപ്പോഴും ഓർമ്മ നിൽക്കുന്ന ഒരു ജോഡി, അത് വെച്ചിട്ടൊരു സിനിമ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു വലിയൊരു റിസ്ക് ഉണ്ട്. ബട്ട് ഐ തിങ്ക് ദറ്റ് റിസ്ക് റിയലി പെയ്ഡ് ഓഫ്. ഈ സിനിമയിൽ നിങ്ങൾക്ക് എല്ലാവരും കേട്ടിട്ടുണ്ടാവും, പ്രകാശ് വർമ്മ എന്നുള്ള ആ ഒരു ആക്ടർ, ദ ഫേമസ് ആഡ് ഫിലിം മേക്കർ, അയാളുടെ ഡെബ്യൂ മൂവിയാണ്. CI ജോർജ് എന്നുള്ള ക്യാരക്ടർ, അതൊരു ഒന്നൊന്നര ക്യാരക്ടറാണ്. മാത്രമല്ല ഒരു ആസ് ആൻ ആക്ടർ ദ സ്ക്രീൻ പ്രസൻസ് നമുക്കത് എത്രയും കാലം എവിടെയായിരുന്നു എന്ന് തോന്നുന്ന രീതിയിലാണ്. അതായത് സിനിമ നമുക്ക് ഇഷ്ടപ്പെടുന്ന സമയത്ത് നമ്മളെ പ്രതീക്ഷകളൊക്കെ ചെന്ന് നമ്മൾ പോകുന്ന സമയത്ത് ഇന്ന് അതും കൂടെ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് തരണ മാതിരിയാണ് പ്രകാശ് വർമ്മേൻ്റെ അഭിനയവും ക്യാരക്ടറും. പക്ഷേ എനിക്ക് അതിനെ പറ്റിയിട്ട് ഞാൻ വായിച്ചതുകൊണ്ട് ദർ ഇസ് എ സർപ്രൈസ് എലമെൻറ്റ്. അതായത് ഈ സിനിമ ആദ്യത്തെ 1-2-3 ദിവസങ്ങൾ കാണാൻ പോകുന്ന ആൾക്കാർക്ക് പ്രകാശ് വർമ്മ എന്നുള്ള നടനെക്കുറിച്ച് അധികമൊന്നും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ അങ്ങനെ ആ സിനിമ കാണാൻ പോകുന്ന സമയത്ത് പ്രകാശ് വർമ്മ വരുന്നതും ആ ക്യാരക്ടർ നമ്മളുടെ ഉള്ളിൽ ഗ്രോ ചെയ്യുന്നതും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതും, അത് ദ കൈൻഡ് ഓഫ് സർപ്രൈസ് എലമെൻറ്റ് ദാറ്റ് ആദ്യം സിനിമ കണ്ട ആൾക്കാർക്കുള്ള ആ ഒരു സർപ്രൈസ് എലമെൻറ്റ് എനിക്ക്, കാരണം എന്താ വെച്ചാൽ മൂപ്പർ വന്നപ്പോൾ തന്നെ എനിക്കറിയാം ഇതൊരു പ്രോമിനൻ്റ് റോളാണ്, ഇത് നമ്മളൊന്ന് ശ്രദ്ധ കൊടുക്കണം എന്നൊക്കെ ഒരു തോന്നലുണ്ടായിരുന്നു. മറ്റേ നമ്മൾ അറിയാതൊരു ക്യാരക്ടറും ഒരു ആക്ടറും നമ്മളുടെ ഇടയിൽ ഇങ്ങനെ ഗ്രോ ചെയ്ത് വരുന്ന സംഭവം. ഐ തിങ്ക് ദാറ്റ് വുഡ് ഹാവ് ബീൻ എ ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസ്. സിനിമകൾ പലപ്പോഴും ആദ്യത്തെ ഏതാനും ദിവസങ്ങളിൽ കണ്ടില്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്ന ചില മൂവി എക്സ്പീരിയൻസസ് ആണ് അതൊക്കെ. പിന്നെ മോഹൻലാൽ ശോഭന അവർ രണ്ടുപേരുടെ ആ ഒരു that chemistry that both of them have. തരുൺ പറയേണ്ടതായിട്ടുണ്ട്, അത് ആക്ട് ചെയ്യുന്ന സമയത്ത് ആ സെറ്റിലെ സമയത്തും ദർ വാസ് ദാറ്റ് കെമിസ്ട്രി. കാരണം എങ്ങനെ ആക്ട് ചെയ്യണം, ഓരോ ക്യൂസ് അന്യോന്യം, ദ വേ ദേ ഗെറ്റ് ദ ക്യൂസ് ആൻഡ് ഹൗ ദേ ആക്ട് ആൻഡ് ഓൾ ദോസ് തിങ്സ് ഭയങ്കര രസമാണെന്നുള്ള കേട്ടിട്ടുണ്ട്. പിന്നെ ബിനു പപ്പുവിൻ്റെ സിനിമ അഭിനയം ഇഷ്ടപ്പെടാത്ത ഒരു സിനിമ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാതും നാച്ചുറലായിട്ട് ആ ക്യാരക്ടറിന് പൂർണ്ണ നീതി പുലർത്തിക്കൊണ്ടാണ് ബിനുവിൻ്റെ ഓരോ റോളുകളും. ഫർഹാൻ ഫാസിൽ എന്തുകൊണ്ട് അധികം സിനിമകളിൽ വരുന്നില്ല എന്ന് ഈ സിനിമ കണ്ടപ്പോഴും എനിക്ക് തോന്നി. ഐ തിങ്ക് ദർ ഈസ് ഡെഫിനറ്റ്ലി എ സ്പേസ് ഫോർ ദാറ്റ് ആക്ടർ. അദ്ദേഹത്തിനെ വെച്ച് കൂടുതൽ സിനിമകൾ എടുക്കണം ആൾക്കാർ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എവിടെയൊക്കെയോ എനിക്ക് ഭയങ്കരമായിട്ട് ദൃശ്യം എന്നുള്ള സിനിമ എന്നെ ഓർമ്മിപ്പിച്ചു. അത് ചിലപ്പം ഒരു കുടുംബം, ഒരു ഫാമിലി, 2 കുട്ടികൾ, അച്ഛനമ്മ എന്നുള്ള അതായിരിക്കാൻ മതി അങ്ങനെ ഒരു ഫീലിംഗ് വരാണ്ടാണ്. കാരണം ചിലപ്പം റാന്നി ആ ഏരിയയിലെ ഐ ഡോണ്ട് നോ വെയർ ദൃശ്യം വാസ് ഷോട്ട്, ബട്ട് ആ ഒരു മൊത്തമായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടും മൊത്തമായിട്ടുള്ളൊരു സെറ്റപ്പും ഒക്കെ അതുമായിട്ട് ഒരു റിസംബ്ലൻസ് എനിക്ക് തോന്നി. നിങ്ങൾക്ക് അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ തോന്നിയിട്ടുണ്ടോയെന്ന് എനിക്കറിയണ്ട. ഐ ഫെൽറ്റ് ദാറ്റ് റിസംബ്ലൻസ്. ഇതിൽ പ്രകാശ് വർമ്മേൻ്റെ ക്യാരക്ടർ, CI ജോർജ് എന്നുള്ള ക്യാരക്ടർ ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഇതിലൊരു പോലീസ് എലമെൻറ്റ് വരും എന്നുള്ളത് സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ അതെങ്ങനെയായിരിക്കും വരിക എന്നുള്ളത് അത് നമ്മളിങ്ങനെ ആലോചിച്ച് എപ്പോഴാണ് ഈ, അതായത് വളരെ നല്ല ഒരു കുടുംബം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്, എവിടെയാണ് ഇത് ടേൺ ആവുക, എവിടെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം വരിക എന്നുള്ളതിൻ്റെ
ഒരു ഒരു ആകാംക്ഷ ആ സിനിമ കാണുമ്പോൾ ഉണ്ട്. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു സംഭവം, എത്ര പെട്ടെന്നാണ് നമ്മളുടെയൊക്കെ ജീവിതം മാറി മറയാനുള്ള സാധ്യതകൾ. ആൻഡ് ഹൗ ഈസിലി തിങ്സ് കുഡ് ജസ്റ്റ് ഗോ റോങ്. അത് ഏതൊരു സിറ്റുവേഷനിലും ആ സിനിമ കണ്ട് ഇറങ്ങി വരുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നത്, ഇഫ് വി ഹഡ് എ ഫ്യൂ ഡേയ്സ് ഏർലിയർ, അല്ലെങ്കിൽ ആ സിനിമയിൽ ഒരു ഏതാനും ദിവസങ്ങളിലൂടെയാണ് ആ സിനിമ പോകുന്നത്, കുറച്ച് ദിവസങ്ങൾ മുമ്പേ ഇങ്ങനെ ഇന്നൊരു പ്രശ്നമില്ലാതെ ഹൗ എവറിത്തിങ് ചേഞ്ച് ഫോർ എ ലോട്ട് ഓഫ് പീപ്പിൾ എന്നുള്ളൊരു തോന്നൽ, അത് പല സിനിമകളും കാണുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ വരുന്നൊരു ചിന്ത അതാണ്. നമ്മൾ എന്തൊക്കെ പ്രതീക്ഷകളും എന്തൊക്കെ പ്ലാനുകളും എന്തൊക്കെ ചെയ്താലും ദർ ഇസ് സംതിങ് എൽസ് എഹെഡ് ഓഫ് അസ് ദാറ്റ് ക്യാൻ കംപ്ലീറ്റ്ലി ചേഞ്ച് എവറിത്തിങ് ഫോർ അസ് എന്നുള്ളത്. ഇർഷാദ്, മണിയമ്പിള്ള രാജു, തോമസ് മാത്യു, നാരായണീൻ്റെ മൂന്ന് ആൺമക്കൾ കണ്ടിട്ട് ഞാൻ വിചാരിച്ചു ഇയാളെ കുറേ ആയല്ലോ കണ്ടിട്ട് എന്നുള്ളത്. പണ്ടൊരു സിനിമയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഐ തിങ്ക് വെൻ ഹി വാസ് വെരി സ്മോൾ. പക്ഷേ ഇതിൽ ഐ റിയലി ലൈക്ഡ് ഹിം. ആക്ച്വലി നാരായണീൻ്റെ മൂന്ന് മക്കളിൽ എനിക്ക് വളരെ വളരെ നാച്ചുറലായിട്ട് അഭിനയിക്കുന്ന ഒരാളായിട്ടാണ് തോമസ് മാത്യുവിനെ തോന്നിയിട്ടുള്ളത്. ആൻഡ് ഈവൻ ഹിയർ ഹി ഹിസ് ഡൺ എ വണ്ടർഫുൾ ജോബ്. സിനിമ നിങ്ങൾ കാണുക, തരുൺ മൂർത്തിയുടെ മറ്റു പല സിനിമകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ സിനിമ ഹി ടുക്ക് ദ റിസ്ക് ആൻഡ് ദ റിസ്ക് പെയ്ഡ് ഓഫ്. തരുൺ മൂർത്തി സിനിമ എടുക്കുക എന്നുള്ളത് ഇനിയും തുടരും എന്നുള്ളതാണ് ഈ സിനിമ കാണിക്കുന്നത്. ആൻഡ് ഐ ലുക്ക് ഫോർവേഡ്. ഇനിയിപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് അഭിനയിക്കുന്നത് ഏതാന്നുള്ളൊരു വിഷയമല്ല, തരുൺ മൂർത്തീൻ്റെ സിനിമയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോയി കാണണം എന്നുള്ള രീതിയിലാണ് സിനിമകൾ. അത് ഓപ്പറേഷൻ ജാവ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ, പക്ഷെ ആദ്യമൊക്കെ ഇപ്പോൾ ഓപ്പറേഷൻ ജാവ കണ്ടു, എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടു, ബട്ട് ഐ ഫൊർഗോട്ട് അബൌട്ട് തരുൺ മൂർത്തി. സൗദി ഉള്ളിലേക്ക് വന്നപ്പോഴാണ് നമ്മൾ നോക്കുന്നത്, ഇയാൾ തന്നെയാണല്ലോ നമ്മളെ ഓപ്പറേഷൻ ജാവം ചെയ്ത്. തുടരും കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ തരുൺ മൂർത്തി എന്ന് പറഞ്ഞാൽ മതി, ഏത് സിനിമകൾ എടുത്തെന്നുള്ളത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. തരുൺ മൂർത്തി എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ ഈസ് ഗോയിൻ ടു ട്രൈ സംതിങ് ന്യൂ, ഇറ്റ് വുഡ് ബി ഇൻട്രസ്റ്റിംഗ് എന്നുള്ള ഒരു പ്രതീക്ഷ എല്ലാ ആൾക്കാർക്കും ഇതാണ് പ്രശ്നം. ഓരോ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ കൂട്ടി കൊണ്ടുപോകുക എന്നുള്ളത്, ദാറ്റ് ഈസ് എ ട്രാപ്പ് എ പേഴ്സൺ കനോട്ട് എസ്കേപ്പ് ഫ്രം. അപ്പം നിങ്ങളും കാണുക, നിങ്ങളുടെ അഭിപ്രായം പറയുക. അടുത്ത എപ്പിസോഡിൽ, അതായത് വേറൊരു സിനിമ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിൽ അഗെയിൻ മീറ്റ്. എന്നാൽ പിന്നെ അങ്ങനെയാക്കാം.